ഡിയർ ഫ്രണ്ട്സ്, ഇന്ന് നമുക്ക് മറ്റൊരു ചിന്ത പങ്കുവെക്കാം. പെന്തക്കോസ്തിലെ ദുരുപദേശങ്ങൾ എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ചെയ്ത ഒരു വീഡിയോയ്ക്ക് വിവിധ തരത്തിലുള്ള അഭിപ്രായങ്ങളും കമൻറ്റുകളും എതിർത്തും സപ്പോർട്ട് ചെയ്തുമൊക്കെ ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ അവരുടേതാകുന്ന അഭിപ്രായങ്ങൾ അറിയിക്കുവാനിടയായി തീർന്നു. വളരെ ക്രൂരമായി ആക്രമിക്കത്തക്ക രീതിയിലുള്ള കമൻറ്റുകൾ പോലും അതിൽ നിന്ന് ലഭ്യമായി. എന്നാൽ വസ്തുനിഷ്ഠമായി ചില കാര്യങ്ങളെയാണ് അതിലൂടെ അവതരിപ്പിക്കുവാനായിട്ട് ഞാൻ ആഗ്രഹിച്ചത്. ഒന്നിനെയും ഉയർത്തി കാണിക്കുക എന്നുള്ളതല്ല. ബൈബിളിലെ വസ്തുനിഷ്ഠമാകുന്ന ചില പഠിപ്പിക്കലുകൾക്ക് വിരോധമായി സഭകൾ നടത്തുന്ന ചില പോരായ്മകളെക്കുറിച്ചാണ് അതിലൂടെ ചൂണ്ടിക്കാണിക്കുവാനിടയായി തീർന്നത്. അപ്പോൾ ഇന്ന് അതുപോലെ തന്നെ മറ്റൊരു വിഷയത്തിലേക്ക് കടക്കുകയാണ്. അത് റോമർക്കെഴുതിയ ലേഖനം അതിൻ്റെ 2-ാം അധ്യായം 28-29 വാക്യങ്ങളെ ആസ്പദമാക്കിയാണ്. പുറമേ യഹൂദനായവൻ യഹൂദനല്ല, പുറമേ ജഡത്തിലുള്ളത് പരിച്ഛേദനയുമല്ല. അകമേ യഹൂദനായവൻ അത്ര യഹൂദൻ, അക്ഷരത്തിലല്ല ആത്മാവിലുള്ള ഹൃദയ പരിച്ഛേദന എത്ര പരിച്ഛേദന. അവന് മനുഷ്യരാലല്ല ദൈവത്താൽ തന്നെ പുകഴ്ച ലഭിക്കും. അപ്പോൾ ഇവിടെ പൗലോസ് എടുത്തു പറയുന്നൊരു കാര്യം, ഒരു വിശ്വാസിക്കുണ്ടാകേണ്ടത് ഹൃദയത്തിൻ്റെ പരിച്ഛേദനയാണ്. ജഡത്തിലുള്ള പരിച്ഛേദനയ്ക്ക് യാതൊരു പ്രാധാന്യമില്ലെന്നാണ് പറയുന്നത്. പരിച്ഛേദന എന്ന് പറഞ്ഞാൽ നമുക്കെല്ലാവർക്കും അറിയാം, ശരീരത്തിൻ്റെ അഗ്രചർമ്മത്തെ നീക്കിക്കളയുന്നതാണ് പരിച്ഛേദന എന്ന് പറയുന്നത്. അതിന് ജോഷുവയുടെ പുസ്തകത്തിൽ പറയുന്നത്, ജോഷുവ തീക്കല്ല് കൊണ്ടുള്ള കത്തി ഉണ്ടാക്കി ഇസ്രായേൽ മക്കളെ പരിച്ഛേദന ചെയ്യുന്നതാണ്. എന്ന് പറഞ്ഞാൽ ഷാർപ്പായിട്ടുള്ള ഒരു വസ്തു കൊണ്ട് ശരീരത്തിൻ്റെ അഗ്രചർമ്മത്തെ നീക്കിക്കളയുകയാണ്. ഇപ്രകാരം ഹൃദയത്തിന് എന്താണ് ഒരു പരിച്ഛേദന ഉണ്ടാകണമെന്നാണ് പൗലോസ് പറയുന്നത്. അപ്പോൾ ഈ ഹൃദയത്തിൻ്റെ പരിച്ഛേദനയാണ് ഒരു വിശ്വാസിക്കുണ്ടാകേണ്ടത്. അത് ശരീരത്തിൽ പ്രത്യക്ഷമായി നടത്തുന്നത് കൊണ്ട് ഒരു പ്രയോജനവുമില്ലെന്നാണ് പൗലോസ് എടുത്തു പറയുന്നത്. എന്നാൽ ഇന്നത്തെ സഭകൾ പഠിപ്പിക്കുന്നത് ഹൃദയത്തിൻ്റെ പരിച്ഛേദനയല്ല, ജഡത്തിൻ്റെ പരിച്ഛേദന തന്നെയാണ്. അതുകൊണ്ടാണ് നമ്മൾ സഭകൾ ഇപ്രകാരം പറയുന്നത്, നമ്മൾ വിശ്വാസത്തിലേക്ക് വന്ന ഉടനെ എന്ത് ചെയ്യണം? നമ്മൾ നമ്മുടെ ആഭരണങ്ങളെ ഊരി മാറ്റണം. കാതിൻ്റെ പരിച്ഛേദന, കഴുത്തിൻ്റെ പരിച്ഛേദന, കൈയുടെ പരിച്ഛേദന, കാലിൻ്റെ പരിച്ഛേദന, വിരലിൻ്റെ പരിച്ഛേദന ഒക്കെ നമ്മൾ എന്ത് ചെയ്യുകയാണ്? ഒബ്സർവ് ചെയ്യുകയാണ്. ഈ മേഖലകളിലൊക്കെ ഒരു പരിച്ഛേദന വന്നിട്ടുണ്ട്. എത്ര സഭകൾ, എത്ര ദൈവദാസന്മാർ, എത്ര വിശ്വാസികൾ ഹൃദയത്തിൻ്റെ പരിച്ഛേദന ഒബ്സർവ് ചെയ്യാറുണ്ട്? എൻ്റെ ഹൃദയത്തിൽ ഇപ്പോൾ പകയുണ്ടോ, പിണക്കമുണ്ടോ, വിദ്വേഷമുണ്ടോ, അവരനോടുള്ളതാകുന്ന എതിർപ്പുകളുണ്ടോ, ജാതി സ്പർദ്ധകളുണ്ടോ, നിഗളമുണ്ടോ, പകയുണ്ടോ? ഇതൊന്നും എന്താണ് നമ്മുടെ സഭകൾക്ക് പ്രശ്നമല്ല, നമ്മുടെ വിശ്വാസികൾക്കും പ്രശ്നമല്ല. അതുകൊണ്ടാണ് നമ്മൾ ഇപ്രകാരമുള്ള വചനങ്ങളെ കേൾക്കുമ്പോൾ ചാടി നമ്മൾ ആക്രമിക്കുന്നത്. ഇത് പറയുന്നവരെ എന്ത് ചെയ്യുകയാണ്? ആ തലങ്ങും വിലങ്ങും അവരെ എങ്ങനെയെങ്കിലും നിശബ്ദരാക്കാൻ ശ്രമിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് എന്നെ നിശബ്ദരാക്കാൻ നോക്കിയിട്ട് കാര്യമില്ല. ഇത് തീർച്ചയായിട്ടും ബൈബിളിൻ്റെ പഠിപ്പിക്കലാണ്. അല്ലാതെ ഇത് യൂട്യൂബിലൂടെ ഇങ്ങനെ വരുമാനം ഇങ്ങനെ കുന്നുകൂടുന്നത് കൊണ്ട് പറയുന്നതല്ല. അപ്പോൾ എൻ്റെയൊക്കെ യൂട്യൂബ് ചാനലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മോണിറ്റൈസേഷൻ പോലും ചെയ്തിട്ടില്ല. ഇത്രയും സബ്സ്ക്രൈബേഴ്സും ലക്ഷക്കണക്കിന് വ്യൂവേഴ്സുമുള്ള എൻ്റെ ചാനൽ ഒരു മോണിറ്റൈസേഷൻ പോലും ചെയ്തിട്ടില്ല ഇതുവരെ. അതുപോലെ നമ്മൾ വലിയ ധനത്തിൻ്റെ നടുക്കിരുന്നുകൊണ്ടില്ല ഇത് പറയുന്നത്. വളരെ ചെറിയമാകുന്ന വരുമാനമുള്ള ആ ഒരു ചെറിയ ജോലി ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ വേല വർഷങ്ങളായി ചെയ്യുന്നതാണ്. എൻ്റെ ഭാര്യയ്ക്കൊരു കുഞ്ഞു ജോലിയുണ്ട്. അതുപോലെ ഞാനൊരു ടീച്ചറാണ്. ഞാൻ സ്പോക്കൺ ഇംഗ്ലീഷിൻ്റെ ക്ലാസ് നടത്തുന്നുണ്ട്. അങ്ങനെ വളരെ ചെറിയ രീതിയിലുള്ള വരുമാനങ്ങൾ സ്വയം കണ്ടെത്തി ഇന്നും വാടക വീട്ടിൽ താമസിച്ചുകൊണ്ട് കഴിഞ്ഞ 22 വർഷക്കാലമായി, 23 വർഷക്കാലമായിട്ട് കർത്താവിൻ്റെ വേല നോർത്തിൽ ചെയ്യുന്നൊരു ദൈവദാസനാണ് ഞാൻ. ഇന്ന് നമുക്കെന്താണ്? ഇന്നും നമുക്ക് സഞ്ചരിക്കാനൊരു വാഹനമില്ല, താമസിക്കാൻ വീടില്ല. അങ്ങനെയുള്ള ചെറിയ ചെറിയ വരുമാനങ്ങൾ കൊണ്ട് കർത്താവിൻ്റെ വേല ചെയ്യുന്നത്. ഇത് യൂട്യൂബിലൂടെ വരുമാനം ഉണ്ടാക്കാനാണെന്നുള്ള വളരെ മോശമായ കമൻറ്റുകളൊക്കെ കണ്ടതുകൊണ്ട് ഞാൻ പറയുന്നതാണ്. അപ്പോൾ ഞാൻ പറയട്ടെ, ഇത് നമ്മൾ സത്യം ഇങ്ങനെ വിളിച്ച് പറഞ്ഞുകൊണ്ടേയിരിക്കും. അത് ആക്രമിച്ചിട്ട് കാര്യമില്ല. അത് ബൈബിൾ എടുത്ത് ശരിക്കും വായിച്ച് നോക്കേണ്ടത് ആവശ്യമാണ്. ബൈബിൾ വായിച്ച് നോക്കാൻ നമ്മൾ എന്ത് ചെയ്യുകയാണ്? ആരെങ്കിലും എന്തെങ്കിലും പറയുന്നത് കേൾക്കുമ്പോൾ അതിനെ വന്ന് നഖശികാന്തം എതിർക്കുകയാണ്. എന്നാൽ ബൈബിൾ പറയുന്നു, ഹൃദയത്തിൻ്റെ പരിച്ഛേദന എത്ര പരിച്ഛേദനയുള്ളത്, അവന് ദൈവത്താൽ തന്നെ പുകഴ്ച ലഭിക്കുമെന്നാണ് പറയുന്നത്, അല്ലേ? അത് 21-ാം വാക്യം പറയുന്നത്, അവന് മനുഷ്യരാലല്ല ദൈവത്താൽ തന്നെ പുകഴ്ച ലഭിക്കും. ആത്മാവിലുള്ള ഹൃദയ പരിച്ഛേദന, അല്ലേ? ആത്മാവിലുള്ള ഹൃദയ പരിച്ഛേദന വരുമ്പോഴത്തേക്ക് അകത്തുള്ള സകലതും എന്താണ്? ഈ ലോകത്തിൻ്റേതാകുന്ന മാറ്റപ്പെട്ടു പോകും. അവിടെ പകയോ വെറുപ്പോ വിദ്വേഷമോ അതുപോലെ ജാതി സ്പർദ്ധകളോ
സഹോദരനെ ഇകഴ്ത്തി കാണിക്കുവാൻ അപ്രകാരമുള്ള ഒന്നും എന്താണ് അവിടെ കിടക്കില്ല എന്നുള്ളതാണ്. അതെല്ലാം മാറിയിട്ട് ഒരു പുതിയ മനുഷ്യനായി മാറുന്നതിനെയാണ് ഹൃദയ പരിച്ഛേദന കൊണ്ട് എന്ന് പറഞ്ഞാൽ ഒന്നിനെ കണ്ടിച്ചു കളയും, അതിനെ നീക്കിക്കളയുകയാണ് ചെയ്യുന്നത്. അതിനാണ് ഹൃദയ പരിച്ഛേദന എന്ന് പറയുന്നത്. നമുക്കെത്ര പേർക്ക് ഈ ഹൃദയ പരിച്ഛേദന എന്താണ് നമ്മൾ ചിന്തിക്കുന്നത്? ഹൃദയ പരിച്ഛേദനയെ കുറിച്ചും ശരീരത്തിൻ്റെ പരിച്ഛേദന, നമ്മളെല്ലാവരും ശരീരത്തിൻ്റെ പരിച്ഛേദന. വിശ്വാസത്തിൽ വന്നാൽ ഉടനെ കമ്മൽ ഊരണം, മാല ഊരണം, മോതിരം ഊരണം, കൊലുസ് ഊരിക്കളയണം, പിന്നെ വസ്ത്രങ്ങൾ കറുത്ത ധരിക്കാൻ പാടില്ല, ചുവന്ന ധരിക്കാൻ പാടില്ല, വെള്ള വസ്ത്രം ധരിക്കണം. അതുപോലെ തന്നെ നമുക്ക് മുഖമൊക്കെ ഷേവ് ചെയ്ത് അപ്രകാരമുള്ള ശരീരത്തിൻ്റെ പരിച്ഛേദനയ്ക്കാണ് 100% സഭ പ്രാധാന്യം കൊടുക്കുന്നത്. എന്നാൽ ബൈബിള് ശരീരത്തിൻ്റെ പരിച്ഛേദനയ്ക്ക് 1% പോലും പ്രാധാന്യം കൊടുക്കുന്നില്ല എന്നുള്ളത് തന്നെയാണ്. അതായത് ആ ശരീരത്തിൻ്റെ പരിച്ഛേദന അത് പൗലോസ് എടുത്തു പറയുകയാണ്. എന്താണ്? പുറമേ യഹൂദനാവിൻ യഹൂദനല്ല എന്നാണ് പറയുന്നത്. പുറമേ ജഡത്തിലുള്ളത് പരിച്ഛേദനയുമല്ല. അത് തന്നെ പൗലോസ് എടുത്ത് പറയുകയാണ്. അത് പരിച്ഛേദനയായിട്ട് കണക്ക് കൂട്ടുന്നില്ല. ഹൃദയത്തിനുണ്ടാകുന്ന വ്യതിയാനത്തെയാണ് യഥാർത്ഥമാകുന്ന പരിച്ഛേദനയെന്ന് പറയുന്നത്. അപ്പോൾ നമ്മളിതെല്ലാം വായിച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ ഹൃദയ പരിച്ഛേദനയ്ക്ക് 1% പോലും നമ്മൾ പ്രാധാന്യം കൊടുക്കാത്തവരാണ്. അതല്ലേ? നമ്മളൊരു സ്വർണ്ണം ഇട്ട് കഴിഞ്ഞ ഉടനെ കറുത്തമേശയെന്ന് മാറ്റി നിർത്തും അല്ലേ? ഒരു കളർ സാരി ധരിച്ചു കഴിഞ്ഞാൽ എനിക്കറിയാം, എൻ്റെ കണ്ണും വെട്ടത്ത് മുമ്പിൽ നടന്ന സംഭവമാണ്. ചുമല സാരി ഉടുത്തുകൊണ്ട് വന്നതിൻ്റെ പേര് കറുത്തമേശ തരില്ല എന്ന് പറഞ്ഞു. അതുപോലെ തന്നെ ഇപ്രകാരമുള്ള സാരി ഉടുത്തുകൊണ്ട് വരരുത്, മാലയും കമ്മലും ഇട്ടുകൊണ്ട് വന്ന് ഞാൻ കറുത്തമേശ തരത്തില്ലെന്ന് പറഞ്ഞ് സഭയിൽ ഞാൻ ഇരുന്നിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. അവിടെ ഞാൻ ഇരിക്കുമ്പോൾ അതങ്ങനെ പറഞ്ഞിട്ടുണ്ട്, പ്രസംഗിച്ചിട്ടുണ്ടെന്നാണ് ഞാൻ പറയുന്നത്. കൊടുത്തില്ല. ആ സഭയിലെ കർത്തൃമേശ സഹോദരിയെ മാറ്റി നിർത്തി. എന്തുകൊണ്ടാണ്? അപ്പോൾ അതേസമയത്ത് ഞാൻ പറയുകയാണ്, വളരെ ഹൃദയത്തിൻ്റെ അകത്ത് പിണക്കമുള്ള, പകയുള്ള, വിദ്വേഷമുള്ള, മറ്റുള്ളവരോട് വഴക്കുണ്ടാക്കുന്ന, പാസ്റ്ററോട് എതിർത്ത് നിൽക്കുന്ന വിശ്വാസി എന്ന് പറയുന്നവർക്ക് ആ അതേ കർത്തൃമേശയിൽ പങ്കെടുക്കാം. അവിടെ പ്രബോധനം പറയാം, അവിടെ പ്രാർത്ഥിക്കാം, അവിടെ ലീഡ് ചെയ്യാം. എല്ലാ കാര്യങ്ങൾക്കും പാസ്റ്റർ അനുമതി കൊടുക്കും. പക്ഷേ കമലമാല ഇട്ടതിൻ്റെ പേരിൽ മാറ്റി നിർത്തും. ഇതിനെയാണ് കപട വിശ്വാസം എന്ന് പറയുന്നത്. ഇതിനെയാണ് പെന്തക്കോസ്തിലെ ദുരുപദേശമെന്ന് നമ്മൾ എടുത്ത് പറയുന്നത്. അപ്പോൾ ഇത് പാടില്ല എന്നാണ് ശക്തിയുക്തം നമ്മൾ എതിർത്ത് പറയുന്നത്. അതുകൊണ്ട് തന്നെയാണ് നമുക്ക് ഒരു ചെറിയ കമ്മലും മാലയും ഒക്കെ ഇട്ട് ഇല്ലെങ്കിൽ ചർച്ചയിലേക്ക് കടന്നു വരുന്നതിനെ കാണും നമുക്കെന്തോ ഒരു വലിയ വിദ്വേഷം ജനിക്കുകയാണ് അല്ലേ? ഒരു തരത്തിലുള്ള വിദ്വേഷം, ദേഷ്യം, പകയൊക്കെ ഉണ്ടാകുകയാണ്. അതിനെയാണ് ഹൃദയ പരിച്ഛേദന ഇല്ലാഴിക എന്ന് പറയുന്നത്. ഹൃദയ പരിച്ഛേദനയുള്ളവരെന്ത് ചെയ്യും? അവരെ സ്നേഹിക്കും, അവരെ കരുതും അല്ലേ? അപ്രകാരമാണ് ചെയ്യുന്നത്. ഇനി പിന്നെ ശരീരത്തിൻ്റെ പരിച്ഛേദന നോക്കുന്ന എത്ര ദൈവദാസന്മാർ കർത്താവ് പറഞ്ഞ മത്തായിയുടെ സുവിശേഷം 6-ാം അധ്യായം പരിപാലിച്ച് മുമ്പോട്ട് പോകാൻ സാധിക്കും? 6:21, 6:19-21 വരെയുള്ള വാക്യങ്ങളൊന്ന് വായിച്ചു നോക്കാം. പുഴുവും തുരുമ്പും കെടുക്കുകയും കള്ളന്മാർ തുറന്ന് മോഷ്ടിക്കുകയും ചെയ്യുന്ന ഈ ഭൂമിയിൽ നിങ്ങൾക്ക് നിക്ഷേപം സ്വരൂപിക്കരുത്. പുഴുവും തുരുമ്പും കെടുക്കാതെയും കള്ളന്മാർ തുറന്ന് മോഷ്ടിക്കാതെയും ഇരിക്കുന്ന സ്വർഗത്തിൽ നിക്ഷേപം സ്വരൂപിച്ചുകൊള്ളുവിൻ. നിൻ്റെ നിക്ഷേപം ഇരിക്കുന്നിടത്ത് ഉള്ളിടത്ത് നിൻ്റെ ഹൃദയവും ഇരിക്കും. ഈ വാക്യങ്ങൾ എത്ര ദൈവദാസന്മാർക്ക് പാലിക്കാൻ കഴിയും? അക്കൗണ്ടില്ലാത്ത ഏതെങ്കിലും ദൈവദാസനെ കാണിച്ച്, ഏതെങ്കിലും വിശ്വാസിയെ കാണിച്ചു തരാൻ പറ്റുമോ? ഇത് കർത്താവ് നേരിട്ട് പറഞ്ഞതാണ്. സ്വർഗത്തിലെ നിക്ഷേപം ഉണ്ടാകുള്ളൂ, ഭൂമിയിൽ ഉണ്ടാകരുത്. ഇത് പാലിക്കത്തില്ല. ഈ കാര്യം ഒരിക്കലും പാലിക്കാതെ ജഡത്തിൻ്റെ പരിച്ഛേദന ഇങ്ങനെ മുറുകെ പിടിച്ചിരിക്കുകയാണ്. അവൻ സ്വർഗത്തിൽ ഒരിക്കലും പോകില്ല. നിക്ഷേപമുള്ളവൻ പോകത്തില്ലെന്ന് കർത്താവ് പറയുകയാണ്. എന്നിട്ട് പറയും ഇത് ഉദ്ദേശത്തിൽ പറഞ്ഞതല്ല, ഇത് വേറെ ഉദ്ദേശത്തിൽ പറഞ്ഞതാണെന്ന് പറഞ്ഞ് സ്ഥാപിക്കാൻ ശ്രമിക്കുന്നു. ഇത് അതേ ഉദ്ദേശത്തിൽ പറഞ്ഞതാണ്, നിനക്ക് ഈ ഭൂമിയിൽ നിക്ഷേപം ഉണ്ടാകാൻ പാടില്ലെന്ന്. ഇത് പാലിക്കാൻ കഴിയത്തില്ല. കാതലം കഴുത്തലും കിടക്കുന്ന ഊരിക്കളണം നിർബന്ധം പിടിക്കുകയും ചെയ്യും. അതിനോടാണ് നമ്മൾ പറയുന്നത് ഇത് ദുരുപദേശമാണ്. അങ്ങനെ പറയുമ്പോൾ ഇതും പാലിക്കാൻ പാടില്ല. ഒറ്റൊരു ദിവസമാർക്ക് അക്കൗണ്ട് ഉണ്ടാകാൻ പാടില്ല, തീർച്ചയായിട്ടും ഉണ്ടാകരുതെന്നുള്ളതാണ്. പിന്നെ അവരിപ്രകാരം പറയുന്നതാണ്, പത്രോസിന്റെ ലേഖനം 1-ാം അധ്യായം 3-ാം അധ്യായം എടുത്തുകൊണ്ട് വന്നിട്ട് പറയുന്നതാണെന്നറിയാമോ? നിങ്ങളുടെ സൗന്ദര്യം എന്ന് പറയുന്നത് തലമുടി പിന്നുന്നതും വസ്ത്രം ധരിക്കുന്നതും മോടിയുള്ള വസ്ത്രം ധരിക്കുന്നതും പൊന്നണിയുന്നതും ഒന്നുമല്ല എന്ന് പറയും അല്ലേ? അപ്പോൾ ആ വാക്കുകൂടെ നമ്മൾ അതിപ്രകാരമാണ് പറയുന്നത്. നിങ്ങളുടെ അലങ്കാരം തലമുടി പിന്നുന്നതും പൊന്നണിയുന്നതും വസ്ത്രം ധരിക്കുന്നതും ഇങ്ങനെയുള്ള പുറമേ ഉള്ളതല്ല, സൗമ്യതയും സാവധാനതയുമുള്ള മനസ്സെന്ന അക്ഷയഭൂഷണമായ ഹൃദയത്തിൻ്റെ ഗൂഢമനുഷ്യൻ ആയിരിക്കണം. അപ്പോൾ ഇവിടെ വന്നിട്ട് പറയും, കണ്ടോ അവിടെ ഇങ്ങനെ പറയുന്നു. അപ്പോൾ അവിടെ പറയുന്നത് തലമുടി പിന്നരുത്, മോടിയുള്ള അല്ലെങ്കിൽ വസ്ത്രം ധരിക്കരുതെന്നാണ് പറയുന്നത്.
അല്ലേ? അപ്പോൾ ഇത് പാലിക്കാറുണ്ടോ? മോടിയുള്ള വസ്ത്രങ്ങളൊക്കെ നമ്മൾ ധരിക്കും, തലമുടിയും പിന്നും. പക്ഷെ അവിടെ പറയും സ്വർണം മാത്രം വിടരുത്, തലമുടി പിന്നിക്കൂ. മോടിയുള്ള വസ്ത്രമൊക്കെ ധരിച്ച ഒരു കുഴപ്പമില്ല, പക്ഷെ സ്വർണം മാത്രം ഇടാനായിട്ട് പാടില്ല. പിന്നെ മറ്റൊരു ദൈവവാസിനോട് പറഞ്ഞൊരു സംഭവമാണ്, അത് ഞാൻ പറയാം. യാക്കോബിൻ്റെ ലേഖനം 5-3 വാക്യം മുതൽ, നിങ്ങളുടെ പൊന്നും വെള്ളിയും കറ പിടിച്ച ആ കറ നിങ്ങളുടെ നേരെ സാക്ഷിയാകും. അത് തീ പോലെ നിങ്ങളുടെ ജഡത്തെ തിന്നുകളയും. അന്ത്യകാലത്ത് നിങ്ങൾ നിക്ഷേപങ്ങളെ ശേഖരിച്ചിരിക്കുന്നു. അപ്പം എന്നാലോചിച്ചൊക്കെ പറയുകയാണ്, ഇതുകൊണ്ടാണ് ഞാൻ എതിർത്ത് പറയുന്നത്. ഈ പൊന്നും വെള്ളിയൊക്കെ കറ പിടിക്കും നിങ്ങളുടെ നേരെയുള്ള, അത് നിങ്ങൾക്ക് നേരെ സാക്ഷിയായിരിക്കും. അതുകൊണ്ട് സ്വർഗത്തിൽ ചെല്ലുമ്പോൾ ഈ പൊന്നും വെള്ളിയൊക്കെ നിങ്ങൾക്ക് നേരെ സാക്ഷി പറയുമെന്നാണ് പറയുന്നത്. അതിൻ്റെ പശ്ചാത്തലം പഠിക്കുമ്പോഴോ അത് മറ്റു രീതിയിലാണ് കൊടുത്തിരിക്കുന്നത്. തങ്ങളുടെ നിലങ്ങളിൽ വേല ചെയ്യിച്ച വേലക്കാരുടെ കൂലിയെ പിടിച്ചു വെച്ചിട്ട് സമ്പത്തുണ്ടാക്കി വെച്ചിരിക്കുന്ന ധനവാന്മാരെ കുറിച്ചാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്, അല്ലേ? അല്ലയോ ധനവാന്മാരെ, നിങ്ങളുടെ മേൽ വരുന്ന ദുരിതങ്ങൾ നിമിത്തം കരഞ്ഞു മുറിയിടുവിൻ. നിങ്ങളുടെ ധനം ദ്രവിച്ചും ഉടുപ്പ് പുഴുവരിച്ചും പോയി. നിങ്ങളുടെ പൊന്നും വെള്ളിയും കറ പിടിച്ച് ആ കറ നിങ്ങളുടെ നേരെ സാക്ഷിയാകും. അതിൻ്റെ കാര്യം എന്താണെന്നറിയോ? നിങ്ങളുടെ നിലങ്ങളെ കൊയ്ത വേലക്കാരുടെ കൂലി നിങ്ങൾ പിടിച്ചു വെച്ചുവല്ലോ, അത് നിങ്ങളുടെ അടുക്കൽ നിലവിളിക്കുന്നു. കൊയ്തവരുടെ മുറവിളി സൈന്യങ്ങളുടെ കർത്താവിൻ്റെ ചെവിയിലെത്തിയിരിക്കുന്നു. നിങ്ങൾ ഭൂമിയിൽ ആഡംബരത്തോടെ സുഖിച്ച് പുളച്ച് കുറേ ദിവസത്തിൽ എന്ന പോലെ നിങ്ങളുടെ ഹൃദയത്തെ പോഷിപ്പിച്ചിരിക്കുന്നു. നിങ്ങൾ നീതിമാനെ കുറ്റം വിധിച്ചു കൊന്നു, അവൻ നിങ്ങളോട് മറുത്തു നിൽക്കുന്നതുമില്ല. അപ്പം നീതിമാന്മാരുടെ കൂലിയെ പിടിച്ചു വെച്ച ധനവാന്മാരോട് പറയുന്നൊരു കാര്യമാണ്, നിങ്ങളുടെ പൊന്ന് വെള്ളി എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഇപ്രകാരമുള്ള ധനം കൊണ്ട് വാങ്ങിച്ചു വെച്ചിരിക്കുന്ന പൊന്നും വെള്ളിയുമൊക്കെ എന്താണ്? അത് കറ പിടിച്ച് നിങ്ങൾക്കെതിരെ സാക്ഷ്യം പറയുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇല്ലാതെ വിശ്വാസി ധരിച്ചുകൊണ്ട് വരുന്ന പൊന്നിനെ പറ്റിയും വെള്ളിയെപ്പറ്റിയും അല്ല ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ഇനി അത് ആർക്കെങ്കിലും ഇത് സ്വതവേ ഊരിക്കളയാൻ താല്പര്യമുണ്ട്, ഒരുവന് ദൈവത്തെ കണ്ടുമുട്ടിയത് മുഖാന്തരം ഇതൊക്കെ വേണ്ട, എനിക്കിതെല്ലാം ഊരിക്കളയണം, ഇതൊന്നും എനിക്ക് പഥ്യമല്ല എന്ന് തോന്നുന്നു, ഒരുവനത് ഊരിക്കളയുന്നു, വളരെ സന്തോഷം. അവനത് ഊരിക്കളഞ്ഞു കൊള്ളട്ടെ, അവനത് വേണ്ട എങ്കിൽ അത് വേണ്ട എന്ന് വെച്ചുകൊള്ളട്ടെ. പക്ഷേ ഇതേ സമയം അപ്രകാരം ഒരെണ്ണം ധരിച്ചുകൊണ്ട് വരണമെന്ന് ആഗ്രഹമുള്ളവനെ എന്തിനാണ് തടയുന്നത് എന്നാണ് ചോദ്യം. വചനമില്ല, അതാണ് പ്രശ്നം. ഹൃദയത്തിൻ്റെ പരിച്ഛേദന എത്ര പരിച്ഛേദന, അതുള്ള എത്ര പേരുണ്ടെന്നുള്ളതാണ്. വഴക്കുണ്ടാക്കുന്നവർക്കും പകയുള്ളവർക്കും പിണക്കമുള്ളവർക്കും സഭയ്ക്ക് നേരെ നിൽക്കുന്നവർക്കും സഹോദരനെ കുത്തി സാക്ഷ്യം പറയുന്നവർക്കും കുത്തി പ്രസംഗിക്കുന്നവർക്കും പ്രബോധനം പറയുന്നവർക്കും ഒക്കെ അവസരമുള്ള കർത്തൃമേശയിലും സ്നാനത്തിലുമൊക്കെ സ്വർണവും വെള്ളിയും വിട്ട് വരുന്നവർക്ക് അത് കൊടുക്കാറില്ല. അവിടെയാണ് ഇതിൻ്റെ ഇരട്ടത്താപ്പ് നമ്മൾ മനസ്സിലാക്കേണ്ടത്, അല്ലേ? ജാതി സ്പർദ്ധകളില്ലാത്ത ഏതെങ്കിലും ഒരു ദൈവദാസനെ കാണിച്ചു തരാൻ പറ്റും? ഏതെങ്കിലും ഒരു വിശ്വാസിയെ കാണിക്കാൻ പറ്റും ഈ കാലഘട്ടത്തിൽ? കല്യാണമൊക്കെ വരട്ടെ, നമുക്കറിയാലോ ജാതി സ്പർദ്ധകൾ നമ്മുടെ ഉള്ളിലുണ്ടോ എന്നുള്ളത്, ജാതി ചിന്തകളുണ്ടോ എന്ന്. ഹൃദയത്തിന് പരിച്ഛേദന ഇല്ലെന്ന്. പരിച്ഛേദന ഉണ്ടെങ്കിൽ അത് ഏത് ജാതിയെ എപ്രകാരമുള്ളതെന്ന് ചോദിക്കാൻ പോകത്തില്ല. പക്ഷെ ചോദിക്കുകയല്ലേ? മാട്രിമോണിയൽ പേജ് നോക്കിയാൽ മതിയല്ലോ, ഹൃദയത്തിൻ്റെ പരിച്ഛേദന മനസ്സിലാകും. വലിയ വലിയ കൺവെൻഷനുകളുടെ സ്റ്റേജിലേക്ക് നോക്കിയാൽ അവിടെ മനസ്സിലാകുമല്ലോ, ഇരിക്കുന്ന ആളുകളെ വെച്ച് നോക്കുമ്പോൾ ആർക്കൊക്കെയാണ് പ്രാധാന്യം എന്നുള്ളവരും. ഇപ്രകാരം ഹൃദയത്തിന് പരിച്ഛേദന ഇല്ലാതെ ജഡത്തിന് പരിച്ഛേദനയുമായി നടക്കുന്ന ആളുകളെക്കുറിച്ചാണ് യേശുക്രിസ്തു പറയുന്നതാണ്, നിങ്ങൾ കിണ്ണങ്ങളുടെ പുറം നിങ്ങൾ വെടിപ്പാക്കുന്നുവെങ്കിൽ അതിൻ്റെ അകത്ത് ക്ലാവ് പിടിച്ചിരിക്കുന്നു. കടലും കരയും ചുറ്റി നടന്ന് നിങ്ങൾ സഭയിലേക്ക് ആളെ ചേർക്കുന്നു, അതിനുശേഷമോ ഇരട്ടി നരകത്തിന് യോഗ്യരായി തീർക്കുന്നു എന്ന് പറഞ്ഞത് ആരെക്കുറിച്ചാണെന്നറിയാമോ? നമ്മളെപ്പോലെയുള്ള കപട പരീശന്മാരെ കുറിച്ചാണ് പറയുന്നത്. ജഡത്തിൻ്റെ പരിച്ഛേദന നോക്കി നിൽക്കുന്ന പരീശൻ്റെ സ്വഭാവമായിരുന്നു. ജഡത്തിന് പരിച്ഛേദന ഉണ്ടോ നോക്കി കിടന്നിട്ട് അവൻ പറയും ഞാൻ പരീശനാണെന്ന് പറയും. ഹൃദയത്തിൻ്റെ പരിച്ഛേദനയ്ക്ക് പ്രാധാന്യം കൊടുത്തിരുന്നില്ലെന്നുള്ളതാണ്. അതുകൊണ്ട് ഞാൻ പറയട്ടെ, ഇപ്രകാരമുള്ള സന്ദേശങ്ങൾ അവനെ കല്ലെടുത്തെറിയാനല്ല, അവനെതിരെ വന്ന് തെറി എഴുതുവാനല്ല. ഇതിനകത്ത് പെന്തക്കോസ്തുകാരില്ലെങ്കിൽ വിശ്വാസികൾ വന്ന് വളരെ മോശമാകുന്ന കമൻറ്റുകൾ, തെറിവാക്യങ്ങൾ കൂട്ടി കേൾക്കാൻ കൊള്ളത്തില്ലാത്ത ഭാഷയിൽ എഴുതിയ കാര്യങ്ങളുണ്ട് എന്നുള്ളതാണ്. അതുകൊണ്ട് അപ്രകാരമുള്ള ഹൃദയപരിച്ഛേദനയാണ് ഉണ്ടാകേണ്ടത്. നമ്മളതിനെല്ലാം ലൈക്ക് അടിച്ചു വിടും, തെറി എഴുതും മാത്രം ഡിലീറ്റ് ചെയ്യുമെന്നുള്ളതേ ഉള്ളൂ. അപ്പോൾ ഇതൊന്നും നമുക്കെന്താണ്? നമുക്ക് ഭൂഷണമാകുന്ന കാര്യങ്ങളല്ല. നമുക്ക് വേണ്ടത് ഹൃദയത്തിൻ്റെ പരിച്ഛേദനയാണ്. സ്നേഹിക്കുവാനും കരുതുവാനും കൊടുക്കുവാനും ഒക്കെയാണ്. അപ്പോൾ അതുകൊണ്ട് ഈ ഹൃദയത്തിൻ്റെ പരിച്ഛേദനയാണ് സഭയിൽ പ്രസംഗിക്കേണ്ടത്. ഒരുവൻ ഹൃദയപരിച്ഛേദന വന്നാൽ എന്ന് പറഞ്ഞാൽ ഹൃദയത്തിൻ്റെ പരിച്ഛേദന എന്താണ്? പരിച്ഛേദന എന്ന് പറഞ്ഞാൽ തന്നെ കട്ട് ചെയ്ത് മാറ്റുക എന്നുള്ളതാണ്. എന്ന് പറഞ്ഞാൽ മൂർച്ചയുള്ള കത്തി കൊണ്ട് അല്ലെങ്കിൽ തീക്കല്ലുകൊണ്ട് ജോഷു എന്ത് ചെയ്തു? ഇസ്രായേൽ മക്കളുടെ ചർമ്മത്തെ കട്ട് ചെയ്ത് കളഞ്ഞ പോലെ നമ്മുടെ ഹൃദയത്തിൻ്റെ മേൽ വീണ് കിടക്കുന്ന ചില മൂടുപടങ്ങളുണ്ട്, ചില അഗ്രങ്ങളുണ്ട്, ചർമ്മങ്ങളുണ്ട്. അതിനെന്ത് ചെയ്യണം? അതിനെ കട്ട് ചെയ്ത് കളയുമ്പോഴാണ് നമ്മൾ യഥാർത്ഥത്തിൽ വിശ്വാസിയായി മാറുന്നത്. അവന് ദൈവത്താൽ തന്നെ പുകഴ്ച ലഭിക്കുമെന്നാണ് ദൈവത്തിൻ്റെ വചനം
പഠിപ്പിക്കുന്നത്. അല്ലാതെ നമ്മൾ ഈ കമ്മലും മാലയും ഒക്കെ എന്താണ് പിടിച്ചിട്ട് അതേ പിടിച്ചുകൊണ്ട് നിൽക്കുകയാണ്. ഈ പറയുന്ന എല്ലാ മുഖ്യധാരാ സഭകളുടെയും നോർത്ത് ഇന്ത്യയിലുള്ള സഭകളിൽ വർഷങ്ങളോളം ഞാൻ പ്രവർത്തിച്ചിട്ടുള്ള ആളാണ്. ഞാൻ എല്ലാ സഭകളുടെയും എല്ലാ മുഖ്യധാര ചർച്ചകളിലും പോയി പ്രസംഗിക്കുകയും അവരോടുകൂടെ അസിസ്റ്റ് ചെയ്ത് വർക്ക് ചെയ്തിട്ടുള്ള ഞാനാണ്. അപ്പോൾ അവിടെയെല്ലാം ഞാൻ കാണുന്നു അവർക്കെല്ലാം എന്താണ് കർത്തൃവേഷം എടുക്കാം, അവർക്കെല്ലാം സ്നാനമുണ്ട്. ആ സ്വർണ്ണം ഇട്ടുകൊണ്ട് തന്നെയാണ് അവരെല്ലാ പരിപാടികളും ചെയ്യുന്നത്. പാസ്റ്റർ ആൻറ്റി മാത്രം ഇടത്തിലായിരിക്കും, ബാക്കി എല്ലാവരും അത് ഇടുന്നുണ്ട്. അത് നേരിട്ട് കണ്ടയാളാണ്, ഇപ്പോഴും കണ്ടുകൊണ്ടിരിക്കുന്ന ഒരാളെന്ന നിലയിലാണ് ഞാൻ ഈ വസ്തുത നിങ്ങളോട് പറയുന്നത്. അതുകൊണ്ടെന്താണ് ഹൃദയത്തിൻ്റെ പരിച്ഛേദന എത്ര പരിച്ഛേദന, അവന് മാത്രമേ സ്വർഗത്തിൽ പ്രവേശനമുള്ളൂ, ദൈവത്താൽ പുകഴ്ച ലഭിക്കത്തുള്ളൂ. ബാക്കിയുള്ളതൊക്കെ പ്രഹസനങ്ങൾ മാത്രമാണ്. അത് മനസ്സിലാക്കേണ്ടത് ആവശ്യമാണ്. സഭ ഇല്ലെങ്കിൽ ദൈവമക്കൾ ബൈബിൾ ആധികാരികമായി പഠിക്കേണ്ടത് വലിയ ആവശ്യം തന്നെയാണ് ഈ കാലഘട്ടങ്ങളിൽ.